സെൽഫ് കോൺഷ്യസ് ഇമോഷൻ. ഇത് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് 2 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ഈ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ? ബിസൈഡ്സ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് എത്ര ഇമോഷൻസ് ഉണ്ട്? ഹാസ് ഫിയർ, ഹാസ് ഫാസ്റ്റ് എന്ന് ഓർത്താൽ മതി. ഏതൊക്കെയാണ്? ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്, ഫിയർ, ഹാസ് ഫിയർ. പിന്നെ ഉണ്ട് ഒരു എന്താ പറയുന്നത്, ഹാസ് ഫാസ്റ്റ്. പിന്നെ എന്താ ഉള്ളത്? ഡിസ്ഗസ്റ്റ്. ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതല്ലാതെ നമുക്കൊരു ഹയർ ഓർഡർ സെറ്റ് ഓഫ് ഫീലിങ്സും ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ വേറെ കുറച്ച് ഇമോഷൻസും കൂടെ ഉണ്ട്. ലൈക്ക് ഗിൽറ്റ്, കുറ്റബോധം, നാണം, നാണക്കേട്, കുശുമ്പ്, അഭിമാനം. ഓൾ ദീസ് ഇമോഷൻസ് ആർ നോൺ എസ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻ. ബിക്കോസ് നമുക്ക് ജനറലൈസ്ഡ് അല്ല, ഓരോരുത്തർക്കും അത് ഇൻഡിവിജ്വലാണ്. നമ്മൾ ചിലരോട് പറയില്ലേ നാണമുണ്ട് ഇവർക്ക്, അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഇല്ലാത്ത മനുഷ്യരാണെന്നൊക്കെ നമ്മൾ പറയും. അതാണ് നമുക്ക് തന്നെ മാത്രം തോന്നുന്നതായതുകൊണ്ടാവാം ചിലപ്പോൾ അതിനെ സെൽഫ് കോൺഷ്യസ് ഇമോഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എപ്പോഴാണ് ഗിൽറ്റ് തോന്നുന്നത്? നമുക്കൊരാളെ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഗിൽറ്റ്. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാത്തപ്പം വി വോണ്ട് ടു കറക്റ്റ് അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഗിൽറ്റ് തോന്നുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് കുറ്റബോധം. അതാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അഷെയിംഡ് ആൻഡ് എംബാരസ്ഡ് ആകും. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് അബൌട്ട് നമ്മുടെ തന്നെ പെരുമാറ്റത്തെക്കുറിച്ച്, അയ്യോ ചളിയായല്ലോ ദൈവമേ, നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നും. അതാണ് അഷെയിംഡ് ആൻഡ് എംബാരസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി റിട്രീറ്റ്, നമ്മൾ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടാകും. അത് നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് പ്രൈഡ് എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? ഞാൻ പുതിയ കേട്ടോ, എനിക്ക് തന്നെ ഒരു ഇപ്പോൾ വൈവയ്ക്കൊക്കെ ചിലർക്ക് വൈവയ്ക്ക് ഉത്തരം പറഞ്ഞപ്പോൾ നമുക്ക് തോന്നും, ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പഠിച്ച കറക്റ്റ് ചോദ്യം മിസ്സ് ചോദിച്ചപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കൊള്ളാലോ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച അതേ പ്രാക്ടിക്കൽ വന്നപ്പം നമുക്ക് ചിലർ ചിറ്റൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കൊള്ളാം, ഞാൻ പഠിച്ചത് തന്നെ വന്നു. അതാണ് ദാറ്റ് റിഫ്ലെക്ട്സ് ദ ഡിലൈറ്റ് ഇൻ സെൽഫ് അച്ചീവ്മെൻറ്റ്. ആൻഡ് നമ്മളത് പറയാനും നമ്മൾ ശ്രമിക്കും. സോ അതാണ് നമ്മുടെ പ്രൈഡ്, എംബാരസ്മെൻറ്റ്, ഗിൽറ്റ്. ഇതൊക്കെയാണ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് മിഡിൽ ഓഫ് ദ സെക്കൻഡ് ഇയർ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഈ 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6 തൊട്ട് ഒരു 1.5 തൊട്ട് 2 വയസ്സിൻ്റെ ഇടയ്ക്ക് അത് ശരിക്കും അത് എന്താ പറയുന്നത്, യുണീക്കാവും. ഓരോ കുട്ടികൾക്കും അത് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് ടോഡ്ലേഴ്സ് ഷോ ഷെയിം ആൻഡ് എംബാരസ്മെൻറ്റ്. ഈവൻ ടോഡ്ലർ എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ, മുട്ടയിൽ എഴുതുന്ന പിള്ളേർക്ക് വരെ നാണക്കേട് തോന്നും. നിങ്ങൾ കണ്ടില്ലേ, അയ്യേ ഷെയിം എന്നൊക്കെ പറയുമ്പോഴത്തേന് അവരെന്ത് ചെയ്യും? കണ്ണൊക്കെ താത്തി അവരെന്ത് ചെയ്യും? അവരുടെ തലയൊക്കെ കുടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കണ്ണൊക്കെ, അവരുടെ മുഖമൊക്കെ ഒരു പൊത്തി പിടിക്കും. അതാണ് അവർ ഷെയിം കാണിക്കും. ഇനി ഗിൽറ്റ് ലൈക്ക് റിയാക്ഷൻ കാണിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇപ്പം കൊച്ച് അവളുടെ ഒരു ടോയ് തട്ടിപ്പറിച്ചു എന്ന് വിചാരിക്കുക വേറൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ തട്ടിപ്പറിച്ച കൊച്ച്, തട്ടിപ്പറിക്കപ്പെട്ട കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും? ചില പിള്ളേരിങ്ങനെ ഗിൽറ്റ് കാണിക്കും, അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് കാണിക്കും. ചിലരുണ്ട് എന്ത് ചെയ്യും? പ്രൈഡ് നടന്ന് അല്ലെങ്കിൽ എന്താണ്ട് ഒരു വലിയ കാര്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അഭിമാനബോധമൊക്കെ കാണിക്കും. ചില പിള്ളേർ കുശുമ്പും കാണിക്കും. ഇപ്പം സിബ്ലിങ്സോ അല്ലെങ്കിൽ കുശുമ്പ് ഉറപ്പായിട്ടും കാണിക്കും. എങ്ങനെ എന്താണെന്നറിയാമോ? അമ്മ വേറൊരാളെ എടുക്കണം, അപ്പോൾ അവർ കറക്റ്റായിട്ട് വരും. നടക്കുന്ന കൊച്ചാണെങ്കിൽ അമ്മ വേറൊരാളെടുക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ വന്ന് എടുക്കാൻ പറയും. ആ കുശുമ്പും കാണിക്കും. സോ അതാണ് എൻവി, പ്രൈഡ്, ഗിൽറ്റ്, ഷെയിം ആൻഡ് എംബാരസ്മെൻറ്റ്. ഇതെല്ലാം കുട്ടികൾ ഒരു എന്താ പറയുക, ഈ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എല്ലാം ഒരു എന്താ പറയുക 1.5-2 വയസ്സാകുമ്പോഴത്തേനും നന്നായിട്ട് പിള്ളേർ എക്സ്പ്രസ് ചെയ്യും. ആൻഡ് സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ചിൽഡ്രൻ ബിക്കം ഇൻക്രീസിംഗ്ലി സെൻസിറ്റീവ് ടു പ്രൈസ് ആൻഡ് ബ്ലെയിം. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൈസസ്, അതായത് ഗുഡ് ബോയ് അല്ലെങ്കിൽ ബാഡ് ബോയ്, ഇതെല്ലാം അവരുടെ സെൽഫ് കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് ആർ ക്ലിയർലി ലിങ്ക് ടു സെൽഫ് ഇവാലുവേഷൻ. അപ്പം കുട്ടിയുടെ സെൽഫ് കോൺഷ്യസ്, ഇവർക്ക് തോന്നുന്ന പ്രൈഡും ഗിൽറ്റും എംബാരസ്മെൻറ്റും ഒക്കെ അവരുടെ സെൽഫ് ഇവാലുവേഷനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ പറയുന്നതാണ്, നമ്മളെപ്പോഴും പറയത്തില്ലേ പിള്ളേരെ ഇങ്ങനെ എന്താ പറയുന്നത്, എപ്പോഴും ടു ബാഡ് ഗുഡ് എന്നൊന്നും പറയരുതെന്ന് പറയും. ഞാനിത് തിയറി പഠിപ്പിക്കുമെങ്കിൽ അറിയാതെ ഞാനും പറഞ്ഞു പോകും. പക്ഷെ നിങ്ങളെങ്കിലും അവർക്ക് അത് പറയാതെ നമ്മളെന്താ പറയുക, ഈ ഒത്തിരി ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്ന് പറയാതിരിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ പറയരുത്. ഇങ്ങനെ ചെയ്തത് നന്നായി, ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാമോ എന്ന് പറയണം എന്നാണ് തിയറിസ്റ്റുകൾ പറയുന്നത്. സോ പ്രീ സ്കൂളേഴ്സ് അവരുടെ പ്രൈഡ് അവർ കാണിക്കുന്ന പറയുന്നത്.
എപ്പം എളുപ്പമുള്ള കാര്യം ചെയ്യുമ്പോഴല്ല, പാടുള്ള കാര്യങ്ങൾ. നമ്മൾ പറയില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സ്വന്തം ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോൾ പിള്ളേർക്ക് വലിയ സന്തോഷമില്ല. പിള്ളേർ വലിയ ആൾക്കാരുടെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ ഏതാണ്ട് യുദ്ധം വെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ രാജ്യം വെട്ടിപ്പിടിച്ച രാജാവിൻ്റെ ഒരു പ്രതീതിയാണ്. സോ അങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വലിയ സന്തോഷം തോന്നില്ല. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ പ്രൈഡ് കൂടും. ആൻഡ് ക്വാളിറ്റി ഓഫ് ദ അഡൽട്ട് ഫീഡ്ബാക്ക് ഇൻഫ്ലുവൻസസ് സെൽഫ് ഇവാലുവേഷൻ. എങ്ങനെയാണ് പിള്ളേർക്ക് ഈ അവനവനെ തന്നെ വിലയിരുത്തുന്നത്, സെൽഫ് ഇവാലുവേഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അഡൽട്ട് ഫീഡ്ബാക്ക്. നമ്മൾ കുട്ടിയുടെ അടുത്ത് എപ്പോഴും പറയണം എന്താണ്, ഗുഡ് എന്ന് പറയാമെന്നല്ല, ഐ തോട്ട് യു ആർ എ ഗുഡ് അങ്ങനെയല്ല പറയേണ്ടത്. പക്ഷേ എന്താ പറയുന്നത്, നല്ലതാണ്, എപ്പോഴെപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ അതിന് വേറെയും കോൺസിക്വൻസസ് ഉണ്ടാവും കേട്ടോ. പക്ഷേ നല്ലത് ചെയ്യുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ആൻഡ് ചീത്ത ചെയ്യുമ്പോൾ യു ആർ എ ബാഡ് ഗേൾ എന്നല്ല പറയേണ്ടത്, അയ്യോ എന്നാലും ഇത് ശരിയായില്ല കേട്ടോ എന്ന് പറയണം. ദേഷ്യത്തിൽ ഇതൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ട്രൈ ചെയ്യണം. ഓക്കെ, സോ ചിൽഡ്രൻസ് എക്സ്പീരിയൻസ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻ ഇൻറ്റൻസ്ലി. അപ്പം ഈ സെൽഫ് കോൺഷ്യസ് ഇമോഷനിലെ കുശുമ്പ് ഇതൊക്കെ നല്ല എന്താ പറയുന്നത് ഇൻറ്റൻസ് ആയിട്ട് അവരത് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. വെൻ പേരൻസ് ഫോക്കസ് ഓൺ ഹൗ ടു ഇംപ്രൂവ് പെർഫോമൻസ്, അതായത് മോനെ ഗുഡ് ബാഡ് കേൾപ്പിക്കാനല്ല, നീ ഇങ്ങനെ പഠിച്ചേ, ഇങ്ങനെ ചെയ്തേ, യു ഡിഡ് ഇറ്റ് ദിസ് വേ, നൗ ട്രൈ ഡൂയിങ് ദാറ്റ് വേ എന്ന് പറയുമ്പം എന്തിനാ മിസ് ഇതെല്ലാം ഈ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ സെൻറ്റൻസ് ഒക്കെ മിസ്സാവാതിരിക്കാനാട്ടോ. ഓക്കെ, അപ്പം നീ ചെയ്തത് നന്നായി, പക്ഷെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയേ എന്നൊക്കെ പറയുമ്പം അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് ഡിഫിക്കൽട്ട് ടാസ്കിനെ എന്താ പറയുന്നത് ട്രൈ ചെയ്യാനും അവർക്ക് കുറച്ചും കൂടി ഒരു അഡാപ്റ്റീവ് ലെവൽസിൽ അവർക്ക് അവരുടെ സെൽഫ് ഇമോഷൻസിനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ കോൺട്രാസ്റ്റ് അതാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്, ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ പേരൻസ്, അതായത് എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ് വൺ അടുത്തതാണ് ഗിൽറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ റെസിസ്റ്റ് ഹാംഫുൾ ഇമ്പൾസസ് ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് എ മിസ്ബിഹേവിങ് ചിൽഡ്രൻ ടു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗിൽറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ അവരെ പഠിപ്പിക്കുന്നതാണ് ഈ ഗിൽറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗിൽറ്റ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് ടു കറക്റ്റ് ദംസെൽഫ്. അതാണ് ഗിൽറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ ഗിൽറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എപ്പോഴും കുറ്റബോധം ഉണ്ടാവുകയാണെങ്കിൽ കൊച്ച് ഇമോഷണലി ഡിസ്ട്രെസ് ആവുകയും ചെയ്യും. ആ കൊച്ചിന് ഡിപ്രഷൻ സിംറ്റംസ് വരാനുള്ള ചാൻസ് അറ്റ് ദ സ്റ്റേജ് 3 വയസ്സിൽ തന്നെ ചിലപ്പോൾ ഓവറായിട്ട് ബാഡ് ബോയ് ചെയ്ത് ശരി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കൊച്ചിന് തന്നെ വിചാരിക്കും ഞാനൊരു ഭയങ്കര കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്ന് മനസ്സിലാകും. ആൻഡ് ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സോ അതാണ് അവിടെ പറയുന്നത്. ആൻഡ് ആസ് ചിൽഡ്രൻ ഡെവലപ്പ് ഇന്നർ സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സലൻസ്, നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ പിള്ളേർ എന്താണ് നല്ലത്, അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്, വാട്ട് ഈസ് ഗുഡ് വാട്ട് ഈസ് ബാഡ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അവർക്കൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ആൻഡ് അവരുടെ ഈ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് പയ്യെ എന്നുവെച്ചാൽ പിള്ളേർക്ക് പിന്നെ മനസ്സിലാവാൻ തുടങ്ങും എന്തിന് ഗിൽറ്റ് തോന്നണം, എന്തിൽ പ്രൈഡ് തോന്നണം. ഇങ്ങനെ നമ്മൾ ഒരു കുഞ്ഞു വെച്ച് ചിലപ്പോൾ ഒരു ടോയ് എടുത്തതിന് ഭയങ്കരമായിട്ട് ചിരിക്കും, പക്ഷെ കുറച്ച് വലുതായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിലൊന്നും വലിയ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാകും. ഇപ്പോൾ മാണി തന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഷോ കാണിക്കും, അയ്യോ ഭയങ്കരമാണല്ലോ എന്ന് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, പിന്നെ അമ്മ വെറുതെ തള്ളാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു എക്സ്പ്രഷൻ കൊച്ചു കാണിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, അൺലൈക്ക് പ്രീ സ്കൂളേഴ്സ്, സ്കൂൾ ഏജ് ചിൽഡ്രൻ എക്സ്പീരിയൻസ് പ്രൈഡ് ഇൻ ന്യൂ അക്കംപ്ലിഷ്മെൻറ്റ്സ്. എന്തും ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം എന്നും സൈക്കിൾ ഓടിക്കുന്ന ഒരു കൊച്ചു സൈക്കിൾ ഓടിക്കുമ്പോഴല്ലോ നമ്മൾ എന്നാൽ കൊച്ചിനൊന്ന് സൂചിപ്പിച്ചേക്കാന്ന് ഓർത്ത് നമ്മളൊരു എക്സ്പ്രഷനൊക്കെ ഇട്ട് അവർ പിന്നെ ഇതിൽ വലിയ കാര്യമില്ല എന്ന് മനസ്സിലാവും. അതാണ് പറഞ്ഞത്, പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ഈ കുരുത്തക്കേട് ചെയ്യുന്നത്. ഇങ്ങനെ എന്നും ന്യൂ വെറൈറ്റീസ് ഓഫ് കുരുത്തക്കേട് ചെയ്യുന്നത് എന്തുകൊണ്ട് ആ ഒരു ന്യൂ അക്കംപ്ലിഷ്മെൻറ്റ് തോന്നാനായിരിക്കും. ആൻഡ് ഗിൽറ്റ് ഓവർ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മൾ നോക്കി നിൽക്കുന്നില്ലെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പിള്ളേർക്കൊരു ഗിൽറ്റൊക്കെ ഉണ്ടാകുന്നതാണ് അവരുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് സ്കൂൾ ഏജ് ചിൽഡ്രൻ നോ ലോങ്ങർ റിപ്പോർട്ട് ഗിൽറ്റ് ഫോർ എനി മിസ്ഹാപ്പ്, അതായത് അവരറിയാതെ പറ്റിയതിനൊന്നും അവർക്ക് വലിയ ഗിൽറ്റൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇൻറ്റൻഷണൽ അവർ ഗിൽറ്റ് പിന്നെ തോന്നുന്നത് മനഃപൂർവ്വം അവരെന്തെങ്കിലും ചെയ്താൽ, കള്ളത്തരം പറഞ്ഞാൽ, നുണ പറഞ്ഞാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇവരുടെ ഗിൽറ്റ് വരിക. എന്ന് വെച്ചാൽ ഇവരുടെ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് മാറും. ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യത്തിനും അവർക്ക് ഗിൽറ്റും അവർക്ക് പ്രൈഡും ഒക്കെ തോന്നുമെങ്കിൽ എന്താ പറയുന്നത് ആസ് ദ ടൈം വീൽ റൊട്ടേറ്റ്സ് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. സോ
ദീസ് ചേഞ്ചസ് റിഫ്ലക്ട് ദ ഓൾഡർ ചൈൽഡ്സ് മോർ മച്ചുവർ. അപ്പം ഇത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മാറ്റം വരെ കാണിക്കുന്ന എന്താ, ദേ ഹാവ് എ മോർ സെൻസ് ഓഫ് മൊറാലിറ്റി, അല്ലെങ്കിൽ ഒരു മച്ചുവർ സെൻസ് ഓഫ് മൊറാലിറ്റി അവരിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് നമുക്ക് ആ ബേസിക് ഇമോഷൻസും ഇമോഷണൽ എക്സ്പ്രഷൻ്റെയും ടോപ്പിക്ക് കഴിഞ്ഞു. ഇനിയുള്ളതാണ് ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ ഫ്രം ഇൻഫൻസി ടു അഡോളസൻസ്.